നല്ല തെറ്റാ വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. മക്കള് ഞങ്ങളുണ്ടായ കാലത്ത് കൂടെ മുത്തച്ഛന്മാരാ ഞങ്ങള് കരുമൊക്കെ കരിയിട്ട് നേരെ ഇവിടെ വരും. അതൊക്കെ പ്രകാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലല്ലോ ഇപ്പൊ മക്കൾക്ക് വലിയ തിരുമേനി വേണം, നമ്പൂതിരി വേണം, പട്ടല് വേണം. ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതിന്റെ കാര്യം അവരോട് പറഞ്ഞ കൂടെ ഒരു മുറി ഉണ്ടെങ്കിൽ അത് മതി. അതെന്നെ അത് ഞാൻ അന്നേരം അമ്പലത്തിന് പറഞ്ഞിരിക്കണേ. ആ മക്കളോടും ചൊല്ലി കൊടുക്കണം മക്കളെ കേട്ടോ. ഞാൻ അന്നേരം അമ്പലത്തിന് പറഞ്ഞിരിക്കണേ. ഒരാടി അടിക്കാരും പൊട്ടണ്ട, ഞമ്മക്ക് പോയിങ്ങാണ്ട് നാട്ടിലെ കാര്യങ്ങളല്ല. അപ്പൊ പറഞ്ഞു ഒരു വന്നിട്ട് പൂജിച്ചണം. ആ പൂജ നിയമം ഒന്നും ആദ്യം ഉണ്ടായിട്ടില്ല. വനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വനത്തിൽ അതിന്റെ ചിട്ടവർ ചെയ്തിരിക്കണം. അപ്പൊ ഒരു മനുഷ്യന് മാറ്റി 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 ഇങ്ങനെ കൊണ്ടുപോയി. അതിനൊന്നും ഈ കൂടന്മാരെ വിളിച്ചു. കഴിഞ്ഞ വർഷം എന്തായി? അമ്മയുണ്ടാവും ഒരു കാട്ടും പുള്ളമണി തമ്പുരാട്ടി ഉണ്ടാവിടെ ഇല്ലല്ലോ. ഇവിടെ അല്ലേ ഇരുന്നത്? കരക്കലായിരുന്നു കേട്ടോ. പൂജാരി കണ്ണു കലങ്ങിയില്ലേ? കരയേണ്ടി വരും പൂജാരി, ഇനിയും കരയും. ഞങ്ങൾ വിചാരിച്ച കരയിക്കും അറിയാം. ഞങ്ങളെ കല്ല് വഴി വഴി മക്കൾ കാണുമ്പോൾ നിസ്സാരം. ഇതിനുള്ള സത്യങ്ങൾ മക്കൾ അറിയണ്ട, മേക്കോയി അറിയണ്ട, ഞങ്ങളെ കുഞ്ഞിന് കുട്ടി അറിയണ്ട. അറിയില്ലല്ലോ. ഉത്തപ്പന് മാത്രമേ ചേച്ചക്കോടിന് മാത്രമേ അറിയൂ. ഇവിടെ എന്താണ് എങ്ങനെ പറഞ്ഞ് ഏത് രീതിക്ക് നടക്കുന്നത് ഇന്നും ഞങ്ങൾ മൺമറിഞ്ഞു പോയെങ്കിലും ഞങ്ങൾ ആത്മാവെന്ന് പറയും കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് അറിയണ മാതിരി ഞങ്ങൾ ചെയ്തു. ആദ്യമുള്ളവരൊക്കെ ചുറ്റൊഴിച്ചെടുക്കും ചെയ്തു. ഞങ്ങൾ തെറ്റ് പറയുന്നില്ല മക്കളെ കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അറിയണ മാതിരിയൊക്കെ ഞങ്ങൾ ചെയ്തു. വരയോണ്ട് വരയ്ക്കണം. വര അപ്പുറം ചോദിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ചോദിക്കണം. കിടക്കട്ടെ കൂടാണ് അറിയാം. അത്ര സത്യൻ്റെ ഈ മലയിൽ, ഈ മരുത മലയിൽ ഇപ്പോൾ ഇല്ലാതെ ഉണ്ട്. ഇന്ന് സത്യത്തിന് 16 മക്കളാണ്. ഓരൊക്കെ ഉണ്ടായിട്ട് തന്നെ ഇങ്ങനെ കിട്ടി പോകണം.
ഇവിടെ ഈ ചെമ്മത്തേക്ക് പൊണ്ണുമുള്ളക്കറിയാം ഒരു തറവാട്ടുകാരില്ലേ കളക്കാരില്ലേ അവരെവിടെ ഓരൊക്കെ കമ്പനി പുറത്താക്കിയില്ലേ ആക്കാൻ പറ്റില്ലല്ലോ ഒരു മുറിയെങ്കിലും വേണ്ട എൻ്റെ മക്കളെ അതൊക്കെ ഇപ്പൊ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു. കമ്മിറ്റിക്കാരെ തീരുമാനമില്ല ദൈവത്തിന് തീരുമാനം അത് ഓര് തീരുമാനിച്ചു. ആര് ഇത് കൊണ്ടു അറിഞ്ഞിരുന്നു ഓര് കള്ളങ്ങളല്ലേ സത്യങ്ങളാണ് വിളിച്ചിരുന്നത് ഓര് പറയണം തങ്കാരോട് ഓര് പറയണം ഓരാണ് പറഞ്ഞത്. ഒരു കുട്ടികളെ ഇല്ല ഓരോ കൂട്ടത്തിൽ ഇവർ കൊണ്ട് വർഗല്ലേ. അപ്പൊ അത് ഏത് കമ്മിറ്റിക്കാരായാലും നമ്മളാണ് കൊണ്ടുപോയി. ഇവിടെ പണ്ട് കാലങ്ങളിൽ പങ്കാളിയല്ലല്ലോ ഇപ്പൊ ഇവിടെ പണ്ട് കാലങ്ങളിൽ ഒരു മനുഷ്യനെ കുറ്റം ആ ഭാഗ്യം ഓർക്കാണ് അതിന്റെ കമ്മിറ്റിക്കാർ ഇവിടെ കേക്കൻ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് ഏത് പ്രകാരം നടന്നെന്ന് അറിയാമോ? അവിടെ അരിയിടുമ്പോ ഒരു തിരുമേനില്ല ഒരു പൂജാരിയില്ല. കേക്കൻ കൂടെ പോവും, അരി ഇട്ട് വരും, ഇവിടെ കർമ്മങ്ങൾ ചെയ്യും. 5-6:30 മണിക്ക് അവിടെ അരിയിടും കരുമക്കളെ കല്ലിട്ട്. ഇവിടെ വന്ന് ഏരിയാകുമ്പോൾ ഇവിടെ അമ്മ ഇറങ്ങും കോട്ടയ്ക്ക്. അതെയാ അങ്ങനെയാണ് നടന്നിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പം കമ്മിറ്റി മറിച്ചായിട്ട് പലരും പല വാർത്തയാണ് കേട്ടോ. അത് നടക്കില്ല മക്കളെ, ഓര് കമ്മിറ്റി നടക്കൂല. നമുക്ക് അതിനുള്ള ഒരു അതിനുള്ള സൗകര്യം തന്നാൽ മതി. അതിന് തിരുമേനി ഇറക്കണ്ട. ഒരു നമുക്ക് അതിനുള്ള സൗകര്യം ഒന്ന് വെച്ച് തരണം. ഒരു നടത്തിക്കോട്ടെ. നമുക്ക് മതി. ഒരു നടത്തിക്കോട്ടെ. നമുക്ക് അവിടെ ആളെ നിയമിച്ചാൽ മതി. നമ്മൾ അതിന് ഞങ്ങൾ അരിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. 2:30 മണിക്ക് അമ്മേൻ്റെ കൽപ്പന വേണ്ടതാണ് അറിയാമോ? അമ്മ 5:30 ആയില്ലേ അല്ലേ? അതൊക്കെ പറച്ചിലഞ്ഞു ഒരു 6 മണി 6 മണി അത് പേടിച്ചിട്ടാണ് കൊണ്ടുപോയിട്ട് അവിടെ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് അമ്മ ചോദിക്കുന്നുണ്ട് 9 23 ഒരാളെ കിട്ടുള്ളൂ. മറ്റൊരു വന്നു സംശയം പണിക്കന്മാർക്ക് പോവാം. ഞാൻ വരാം. ഈ പോകുന്ന പണിക്കരല്ല, പണിക്കര അപ്പുറമായി സംസാരിക്കാൻ അറിയാം.